എഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ ഈ ഇലക്ഷന്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഭരണ നാടകം നമ്മളെല്ലാവരും ഇന്നലെ കണ്ടു. ടെക്നോ പാർക്കിൽ അദ്ദേഹം പോയി കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു 5 പോയിന്റിന്റെ വാഗ്ദാനങ്ങൾ, അത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കണം. നമ്മളെല്ലാവരും ഇത് പരിശോധിക്കണം. കോൺഗ്രസ് പാർട്ടിൻ്റെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിൻ്റെ രാഷ്ട്രീയം ഒരു വാഗ്ദാനത്തിന്റെ രാഷ്ട്രീയമാണ്, ഒരു ഫേക്ക് പ്രോമിസസിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പോ ഇത് കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് ചെയ്യുന്നത്. അവര് ബീഹാറിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, ഡൽഹിയിൽ ചെയ്തു, 2024 ലോക്സഭ ഇലക്ഷനിൽ ചെയ്തു, ഹിമാചൽ പ്രദേശിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു, കർണാടകയിൽ ചെയ്തു. പക്ഷെ ഇന്ന് അതൊന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ഷനിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ വെറുതെ പറഞ്ഞു ഓടിപ്പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കാഴ്ചപ്പാട്, നാടിനെ നന്നാക്കാനോ നാടിന് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു കാഴ്ചപ്പാടോ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. വെറുതെ ഒരു വാഗ്ദാനം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ, പഴയ രീതിയിൽ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നമ്മളൊന്ന് ഇന്ന് പരിശോധിക്കണം, പഠിക്കണം. രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ന് എന്താണ് സ്ഥിതി? ജനങ്ങൾ വിശ്വസിച്ചു, അവർക്കൊരു അവസരം കൊടുത്തു, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറയുന്നു, ശമ്പളം കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തെലങ്കാന സർക്കാർ ഫാം ലോൺ വേവർ പ്രഖ്യാപിക്കുന്നു. പക്ഷെ അവിടുത്തെ കർഷകർക്കൊന്നും കാശ് കിട്ടുന്നില്ല. തെലങ്കാന സർക്കാരിന്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ലോൺ വേവറിന് കാശ് എവിടുന്ന് കിട്ടും എന്ന് അത് കിട്ടുന്നില്ല. എങ്ങനെയാണ് അത് റേസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 2-3 മാസം ഡിലേ, പെൻഷൻ 6-7-8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കർണാടക കോൺഗ്രസ് ഈ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കി ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ഡെവലപ്മെന്റിന് കാശില്ലാന്ന് അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഈ ഫേക്ക് പ്രോമിസസ്, ഇത് ഇലക്ഷന് മാത്രം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ, അത് അവര് ഇതിനു മുമ്പും പല സംസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ വോട്ട് നേടിയിട്ടുണ്ട്. ആ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണെന്ന് BJP മഹാരാഷ്ട്ര ഇലക്ഷന്റെ സമയത്ത് മുൻപോട്ട് വെച്ച ഒരു സാമ്പിളാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും പറയാ, എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുക, ഏത് വിലയാണെങ്കിലും ഏത് ലെവലിലും പോവാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടി ഭരണം പിടിക്കാൻ. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഭരണം പിടിക്കേണ്ടത്? അല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ? അല്ല.
വികസനം കൊണ്ടുവരാണോ? അല്ല. പിന്നെ എന്തിനാണ്? അഴിമതി. ഞാനൊരു മാധ്യമ സുഹൃത്തോട് എൻ്റെ ഒരു റിക്വസ്റ്റ്, അഭ്യർത്ഥന, ഇതെല്ലാം നിങ്ങൾ തന്നെ പരിശോധിക്കണം. ഞാനൊരു കൃത്യമായ ഒരു ഉദാഹരണം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, രാഹുൽ ഗാന്ധിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചൊരു ഉദാഹരണം ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തെളിവുകൊണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. 2009 ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് ഒരു ഫാം ലോൺ വേവർ പ്രഖ്യാപിച്ചു. കർഷകർക്ക് അവരുടെ കടം വായ്പ നമ്മൾ വേവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പ്രഖ്യാപിച്ചു. 45,000 കോടി എന്തോ ആയിരുന്നു അതിന്റെ ചെലവ്. എലക്ഷന്റെ തൊട്ടു മുമ്പ്. എലക്ഷൻ കഴിഞ്ഞിട്ട് CAG അത് ഓഡിറ്റ് ചെയ്തപ്പോൾ CAG കണ്ടുപിടിച്ചത്, ഇത് UPA ഭരിക്കുന്ന സമയത്ത് CAG ഓഡിറ്റ് ചെയ്തതാണ്, 30% ലോൺ വേവറിൽ തട്ടിപ്പായിരുന്നു. അപ്പൊ പാവങ്ങളുടെ പേരില് പദ്ധതികളും പ്രോഗ്രാമും പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് പാർട്ടി വോട്ട് നേടാൻ ഓരോരോ വാഗ്ദാനം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണം, രാഹുൽ ഗാന്ധി. ഇത് രാഹുൽ ഗാന്ധി ആണല്ലോ അവരുടെ ഹീറോ, സ്റ്റാർ, ഐഡിയോളജിക്കൽ മെന്റർ, ഇക്കണോമിക് വിഷണറി. ലോക്സഭയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കോൺഗ്രസ് ഒരു കട്ടാക്കട്ട് പ്രോഗ്രാം നടത്തി. മഹിളകൾ അത് എൻറോൾ ചെയ്താൽ, ഒരു ഫോം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മഹിളകൾ അത് എൻറോൾ ചെയ്താൽ അവർക്ക് എല്ലാ മാസം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇലക്ഷന് മുമ്പ് ആൾക്കാർ ആയിരക്കണക്കിന് ലൈനിൽ നിന്നു, ഫോം ഫില്ല് ചെയ്തു. എലക്ഷൻ വന്നു, എലക്ഷൻ പോയി, റിസൾട്ട് വന്നു. ഇലക്ഷൻ മുമ്പോട്ട് പോയപ്പോൾ ആർക്കും ഒരു നയാ പൈസ കിട്ടിയില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അവരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, പാവങ്ങളെ ശ്രദ്ധ തിരിച്ച് പാവങ്ങളുടെ മുമ്പിൽ പോയി ഓരോരോ കാര്യം പറഞ്ഞ് അവരുടെ വോട്ട് നേടി എലക്ഷൻ കഴിഞ്ഞിട്ട് കയ്യും വിട്ട് വഞ്ചിക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഇതൊരു മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് പാർട്ടിയാണ് 1970s 80s ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് എത്രയോ കൊല്ലം ഭരിച്ചത്. ഗരീബി എവിടെയും പോയില്ല. കോൺഗ്രസിന്റെ അടുപ്പുള്ള ബിസിനസ്മാനിന്റെ കാശും അവരുടെ വെൽത്ത് വർദ്ധിച്ചു. അപ്പോ ഇതൊരു പഴയ രീതിയാണ് കോൺഗ്രസിന്റെ. പാവങ്ങളെ പറ്റിക്കുക, പൊട്ടന്മാരാക്കുക, എന്തെങ്കിലും പറയാം ഇലക്ഷന്റെ സമയത്ത്. പക്ഷേ കർണാടകയിൽ നടന്നു, തെലങ്കാനയിൽ നടന്നു, ഹിമാചൽ പ്രദേശിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ഇലക്ഷൻ അത് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നുണയാണ്. ഇത് ഇവർക്ക് ഒരു ആത്മാർത്ഥമായ സത്യസന്ധയോടെ രീതി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അത് മാത്രമല്ല, ഇത് കഴിയില്ല. അത് ഒരു വശം. രണ്ടാമത്തെ പോയിന്റ്, ഇതിനെക്കുറിച്ച് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ എലക്ഷൻ ഈ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഇലക്ഷനെ കുറിച്ചാണ്. ഇത് മഹാരാഷ്ട്രയല്ല, ഇത് മറ്റ് ഒരു ഇക്കണോമിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് അല്ല. ഇന്ന് ഈ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ കേരളത്തില് 100 രൂപ ഗവൺമെന്റിന് കിട്ടുന്ന 100 രൂപയിൽ 92.5 രൂപ പോകുന്നത് കടം, പലിശ, ക്ഷേമ പദ്ധതികൾ പോകുന്നു. ഡെവലപ്മെന്റ് ഉള്ള കാശ് 7.5%. അതുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നത് എത്രയോ മാസം കഴിഞ്ഞിട്ട്, പെൻഷൻ കിട്ടുന്നില്ല. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സൗജന്യ KSRTC സ്കീം. അപ്പൊ KSRTC എന്താ സ്ഥിതിയായിരിക്കും? അതിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. KSRTCനെ എങ്ങനെ സംരക്ഷിക്കും, KSRTCനെ എങ്ങനെ ശക്തമാക്കും, അതൊരു വാക്കില്ല.
കാരണം അതിന് അധ്വാനിക്കണം, അതിന് കാര്യങ്ങൾ ചെയ്യണം. ഇത് പറയാനൊന്നുമില്ലല്ലോ, ഇതൊരു സ്റ്റേറ്റ്മെന്റ്, സൗജന്യ യാത്ര. അപ്പോൾ ഈ ഇലക്ഷൻ നിർണായകമായ ഇലക്ഷനാണ്, നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഓരോരോ ഗിമ്മിക്ക് വന്ന് ഇവിടെ പറയുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.